So basically ഈ ത്രെഡ് ആൻഡ് പ്രോസസ് മൾട്ടി ത്രെഡ് മൾട്ടി ടാസ്ക് ഈ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് എംബെഡഡ് സിസ്റ്റത്തിന്റെ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബേസ് ചെയ്തിട്ടാണ്. So before starting the concept of multi thread multitask, I just want to interact with you regarding the understanding of multitask and multi-thread. ആർക്കെങ്കിലും ഒരു LED ബ്ലിങ്കിന്റെ പ്രോഗ്രാം മെസ്സേജ് ചെയ്യാമോ? എനിവൺ? ഓർഡിനോ യൂനോ പ്രോഗ്രാം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരു 1 സെക്കൻഡ് ഡിലേ ഉള്ള ഒരു LED ബ്ലിങ്ക് പ്രോഗ്രാം. So this is one example of an LED blink program. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. യു ആർ യൂസിങ് വൺ LED. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ ടെക്സാസ് ഇൻസ്ട്രുമെന്റ് MSP 430 ഹാർഡ്വെയർ ആണ്. സോ ഹിയർ ഐ എം യൂസിങ് എ ബ്ലൂ LED ആൻഡ് ഡിലേ 100 millisecond. സോ 100 millisecond ഉള്ള ഒരു LED blink പ്രോഗ്രാം ആണ് ഈ കാണുന്നത്. In this case, we are using only one LED and one peripheral. So we don't need any kind of extra threading or extra multi-thread or multitask. Suppose നിങ്ങൾക്ക് ഇങ്ങനെയല്ല, നിങ്ങൾക്ക് at a time 3 LEDs, red, blue and green. ഈ 3 LEDs 3 ടൈം ഡിലേയിൽ ഡിഫറെന്റ് ടൈം ഡിലേയിൽ ബ്ലിങ്ക് ചെയ്യിക്കണമെങ്കിൽ വാട്ട് യു വിൽ ഡു? ആർക്കെങ്കിലും പറയാമോ? ഓർഡിനോ യൂനോയിൽ അത് പോസിബിൾ ആണോ? സെയിം ടൈമിൽ ഡിഫറെന്റ് LEDs ഡിഫറെന്റ് ടൈം ഡിലേയിൽ ബ്ലിങ്ക് ചെയ്യിക്കണം ഒരു സിംഗിൾ പ്രോഗ്രാം വെച്ചിട്ട്. നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഡിലേ തന്നെ അതിൽ വരുകയും വേണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ LED ബ്ലൂ LED വിത്ത് എ ഡിലേ ഓഫ് 100 millisecond, ഗ്രീൻ LED വിത്ത് എ ഡിലേ ഓഫ് 500 millisecond ആൻഡ് റെഡ് LED വിത്ത് എ ഡിലേ ഓഫ് 1 second. ഈ 3 LEDസും ഡിഫറെന്റ് ഡിലേസിൽ സെയിം ടൈമിൽ വർക്ക് ചെയ്യിക്കണം. ഓഡിബിൾ അല്ല? ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഹലോ? ഹലോ? Okay, so can you tell how to do a multi-blink program in Arduino Uno? This is our objective. One LED with a delay of 100 millisecond, another is 500 millisecond, and another is 1 second. So ഈ ഒരു കേസിലാണ് നമ്മൾ ഈ പ്രോഗ്രാംസിനെ ത്രെഡ് ആക്കി മാറ്റുന്നത്. സോ വൺ ഈസ് ടാബ് 1. നിങ്ങൾക്ക് ഈ PPT കണ്ടാൽ മനസ്സിലാവും. ദിസ് ഈസ് ടാബ് 1, ടാബ് 2, ടാബ് 3. 3 ത്രെഡ് ആക്കി പ്രോഗ്രാമിനെ മാറ്റിയിരിക്കുകയാണ്. ബ്ലൂ LEDക്ക് ഒരു ത്രെഡ്, ദെൻ ഗ്രീൻ LED അനദർ ത്രെഡ്, ദെൻ റെഡ് LED അനദർ ത്രെഡ്. ഈ 3 ത്രെഡ് ആക്കിയതിനു ശേഷം ഈ ത്രെഡ് നമ്മൾ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റ് RTOS റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന OS വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ ഈ കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ മൾട്ടി ത്രെഡിങ്ങിന്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. മൾട്ടി ത്രെഡിന്റെ ഡെഫിനിഷൻ ആൻഡ് പ്രോസസ് ടാസ്കിന്റെ ഡെഫിനേഷൻസ് നമുക്ക് ഇനി നോക്കാം. അപ്പൊ ഇതാണ് ഒരു വൺ ആപ്ലിക്കേഷൻ. ആൻഡ് ഈ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്ത് തരാം. യു ക്യാൻ ട്രൈ ഇൻ യുവർ ഹോം. യു ജസ്റ്റ് നീഡ് വൺ MSP 430 ഡെവലപ്മെന്റ് ബോർഡ് ആൻഡ് Energia software. So basically, this multi-threading concept is we are discussing with respect to the operating system. So already we know that operating system basically is a software layer between application software and hardware. ഒരു ഹാർഡ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിന്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. So we already know what are the application software and what are the hardwares in a processor and embedded system.
So this is a simple difference between process and thread. So process basically ഒരു at a time എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ് ഒരു കൺട്രോളറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രൊസസ്സറിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ഒരു പ്രോസസ്സ് എടുക്കുകയാണെങ്കിൽ പ്രോസസ്സിന് ഇറ്റ്സ് ഓൺ പ്രോഗ്രാം കൗണ്ടർ, ഇറ്റ്സ് ഓൺ സ്റ്റാക്ക് മെമ്മറി, രജിസ്റ്റർ, everything is its own. But in thread we are using a shared memory concept. So that is a basic difference between process and thread. Thread is having a shared memory. But in the case of task we can map into process or thread. രണ്ടിന്റെയും ഏകദേശം ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് ടാസ്കിന് വരുന്നത്. ടാസ്കിന് ത്രെഡ് പോലെ തന്നെ ഇറ്റ്സ് ഓൺ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക്, രജിസ്റ്റർ, everything is there, but the difference is task is equal to thread minus unsafe memory sharing. ടാസ്കിൽ മെമ്മറി ഷെയറിംഗ് ഉണ്ട്, പക്ഷേ ടാസ്കിന്റെ മെമ്മറി ഷെയറിംഗ് ഈസ് different from the thread memory sharing. Like this, task is equal to process plus safe memory sharing minus cost of OS process. So these are the two different definitions. അപ്പോൾ നമ്മൾ ടാസ്ക് നോക്കിക്കഴിഞ്ഞാൽ പ്രോസസ്സിൽ മെമ്മറി ഷെയറിംഗ് ഇല്ല, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് ഇറ്റ്സ് ഓൺ പ്രോഗ്രാം കൗണ്ടർ, സ്റ്റാക്ക് പോയിന്റർ, രജിസ്റ്റർ, എവറിത്തിങ്. ത്രെഡിലും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്, പ്രോഗ്രാം കൗണ്ടർ ഉണ്ട്, സ്റ്റാക്ക് മെമ്മറി ഉണ്ട്, രജിസ്റ്റർ ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് the difference between process and thread is that process its own memory, no memory, shared memory, but in thread we have a shared memory. But in the case of task we have program counter, stack, register, everything. Apart from that we have shared memory, and that is some kind of safe kind of memory sharing compared to the thread. So these are the basic difference. Now the process and thread are essentially associated. The process is an execution of a program, whereas thread is an execution of a program driven by the environment of a process. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രോസസ്സിന്റെ സബ്സെറ്റ് ആയിട്ടാണ് ത്രെഡ്സ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ കണ്ടു, LED ബ്ലിങ്കിങ്. ആ ഒരു LED ബ്ലിങ്കിങ് ആണ് ആ പ്രോസസ് എന്ന് പറയുന്നത്. അതിന്റെ അകത്തുള്ള സബ് ത്രെഡ്സ് ആണ് റെഡ്, ഗ്രീൻ, ബ്ലൂ LEDs എല്ലാം വരുന്നത്. അപ്പോൾ ഈ സബ്സെറ്റ് എല്ലാം അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്ന പോലെ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നതിനാണ് മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. So definition of a process. So this is one definition. The process is the execution of a program and performs the relevant actions specified in a program, or it is an execution unit where a program runs. If the process operation controlled by PCB, process control block എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ആണ് പ്രോസസ്സിന്റെ ഓപ്പറേഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. ബേസിക്കലി ഈ ഒരു ഓപ്പറേഷൻസ് ആണ് PCBക്ക് മെയിൻ ആയിട്ടുള്ള ഓപ്പറേഷൻസ്. വൺ ഈസ് ഷെഡ്യൂളിംഗ്, dispatching, and context save. Scheduling, it is a method of selecting the sequence of the process. In simple words, chooses the process which has to be executed first in the CPU. അപ്പോൾ അതിന്റെ സീക്വൻസും കാര്യങ്ങളും ഡിസൈഡ് ചെയ്യുന്നതാണ് ഷെഡ്യൂളിംഗ്. അപ്പോൾ PCBയുടെ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഷെഡ്യൂളിംഗ്. അനദർ ഫംഗ്ഷനാലിറ്റി is dispatching. It set up an environment for the process to be executed. ഒരു എൻവയോൺമെന്റ് പ്രോസസ്സിന് വേണ്ടി സെറ്റപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് നെക്സ്റ്റ് ഫംഗ്ഷനാലിറ്റി, ഡിസ്പാച്ചിങ് എന്നാണ് അതിന്റെ പേര്. തേർഡ് ഈസ് കോണ്ടെക്സ്റ്റ് സേവ്. ദ ഫംഗ്ഷൻ സേവ്സ് ദ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ടു എ പ്രോസസ് വെൻ ഇറ്റ് ഗെറ്റ് റെസ്യൂംഡ് ഓർ ബ്ലോക്ക്ഡ്. അപ്പോൾ ഒരു പ്രോസസ്സിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും സേവ് ചെയ്യുക, എൻവയോൺമെന്റ് സെറ്റപ്പ് ചെയ്യുക, പ്രോസസ്സിന്റെ സീക്വൻസ് ഷെഡ്യൂൾ ചെയ്യുക, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് PCB, പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് വഴിയാണ് ചെയ്യുന്നത്. So these are some properties. Creation of each process includes system call for each process. Separate system calls വേണം ഓരോ പ്രോസസ്സിനും. A process is an isolated entity and does not share the data and information. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെപ്പറേറ്റ് മെമ്മറി, ഓൺ മെമ്മറി ഉള്ള ആക്ടിവിറ്റീസ് ആണ് പ്രോസസ് എന്ന് പറയുന്നത്. മെമ്മറി ഷെയറിംഗ് ഇല്ല. പിന്നെ പ്രോസസ് മാനേജ്മെന്റ് കൺസ്യൂംസ് മോർ സിസ്റ്റം കോൾസ്. ഈച്ച് പ്രോസസ് ഹാസ് ഇറ്റ്സ് ഓൺ സ്റ്റാക്ക് and heap memory, instruction data, memory map. Everything is separate for a process compared to the thread. Now, thread. A thread is a program execution that uses the process resources for accomplishing the task. All thread within a single program logically contains within a process. The operating system saves only stack pointer and CPU state at the time of switching between threads of the same process. അപ്പോൾ ഒരുപാട് മെമ്മറി
യൂട്ടിലൈസേഷൻസും കാര്യങ്ങളും ഒന്നും നമുക്ക് ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നില്ല. ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രെഡിന്റെ. അപ്പോൾ ഇതിൽ നമുക്ക് കാണാം ത്രെഡ്സ് ഇൻസ്ട്രക്ഷൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, മെമ്മറി ഷെയർ ചെയ്യുന്നുണ്ട്, ഗ്ലോബൽ ആയിട്ടാണ് അതിന്റെ രജിസ്റ്ററും സ്റ്റാക്കും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ത്രെഡ് മാനേജ്മെന്റ് കൺസ്യൂംസ് fewer system calls as the communication between threads can be achieved using shared memory. അപ്പോൾ ഇത് ഐസൊലേറ്റഡ് അല്ലാത്ത ഓപ്പറേഷൻസ് ആയത് കാരണം ദ കോൾസ് സിസ്റ്റം കോൾസും കാര്യങ്ങളൊക്കെ വളരെ ഫ്യൂവർ ആയിരിക്കും ആൻഡ് ലെസ് കോംപ്ലക്സ് കമ്പയർഡ് ടു ദ പ്രോസസ്. ഓക്കെ, അനദർ ഡെഫിനിഷൻ. നൗ മൾട്ടിപ്പിൾ ത്രെഡ്സ്. അപ്പോൾ നമ്മൾ പ്രോസസ്സ്, ടാസ്ക്, ത്രെഡ് ഈ കോൺസെപ്റ്റുകൾ നോക്കി. അപ്പോൾ അതിൽ ത്രെഡ്സ്, പ്രോസസ് ആൻഡ് ടാസ്ക് ഈസ് ഓൾമോസ്റ്റ് സെയിം. ഓൺലി വൺ ഡിഫറൻസ് ഈസ് ദാറ്റ് പ്രോസസ് എന്ന് പറയുമ്പോൾ അതിന് മെമ്മറി ഷെയറിംഗ് ഇല്ല. ടാസ്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മെമ്മറി ഷെയറിംഗ് വരുന്നുണ്ട്. ദെൻ പ്രോസസ്സിന്റെ ഒരു സബ്സെറ്റ് ആയിട്ട് വരുന്ന ഓപ്പറേഷനാണ് ത്രെഡ് എന്ന് പറയുന്നത്. സോ ഡ്യൂറിംഗ് ദ പാർട്ടീഷനിങ് ആൻഡ് ഫങ്ഷണൽ ഡീകമ്പോസിഷൻ ഓഫ് ദ ഫങ്ഷൻ intended to perform by an embedded system, identify which action would benefit for the parallel execution. So parallel processing അല്ലെങ്കിൽ പൈപ്പ് ലൈനിങ് ഇങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റിലേക്കാണ് നമ്മൾ ഈ ഒരു ത്രെഡും പ്രോസസ്സും കാര്യങ്ങളെല്ലാം കൊണ്ടുപോകുന്നത്. ഫോർ എക്സാമ്പിൾ, അലോക്കേറ്റ് എ സബ് ജോബ് ഫോർ ഈച്ച് ടൈപ്പ് ഓഫ് IO. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ഞാൻ വീണ്ടും പറയാണ്. നമ്മുടെ LED മൾട്ടി ബ്ലിങ്കിങ്ങിന്റെ അതിൽ നമ്മൾ 3 IO പോർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. വൺ ഈസ് ഫോർ റെഡ്, അനദർ ഫോർ ഗ്രീൻ, അനദർ ഫോർ ബ്ലൂ. ഈ 3 പെരിഫറലും ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഓപ്പറേഷൻ സബ് ജോബ്സ് ആണ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ജോബിനും നമുക്ക് ഓരോ ത്രെഡ് ആവശ്യമായിട്ട് വരും. സോ ഈച്ച് ഓഫ് ദ സബ് ജോബ്സ് ഹാസ് ഇറ്റ്സ് ഓൺ ത്രെഡ് ഫോർ ഓഫ് എക്സിക്യൂഷൻ. സച്ച് സിസ്റ്റം ഈസ് കോൾഡ് സിംഗിൾ പ്രോസസ് മൾട്ടി ത്രെഡ് ഡിസൈൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത മൾട്ടി ബ്ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോസസ്സാണ്. ബ്ലിങ്ക് ആണ് പ്രോസസ്സ്. അതിന്റെ ത്രെഡ് പക്ഷെ മൾട്ടിപ്പിൾ ആണ്. 3 LED-ക്ക് 3 രീതിയിലുള്ള ത്രെഡ് ഉണ്ട്. സോ such a system is called single process multi-thread design. And threads are not independent of each other. Unlike process or task, threads can access any address within the process, including അതിന്റെ ആ ഒരു ഷെയറിംഗ് കപ്പാസിറ്റി ആണ് വീണ്ടും പറയാം. സോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കമ്പയർ ചെയ്തിന്ന് നമുക്ക് കിട്ടുന്ന കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. കീ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോസസ് ആൻഡ് ത്രെഡ്. ഓൾ ത്രെഡ്സ് ഓഫ് എ പ്രോഗ്രാം ആർ ലോജിക്കലി കണ്ടെയ്ൻഡ് വിത്തിൻ എ പ്രോസസ്. അപ്പോൾ ഒരു പ്രോസസ്സിന്റെ സബ്സെറ്റ് ആയിട്ട് മാത്രമാണ് ത്രെഡ്സ് വരുന്നത്. എല്ലാ ത്രെഡ്സും ഒരു പ്രോസസ്സിന്റെ അകത്ത് മാത്രമാണുള്ളത്. എ പ്രോസസ് ഈസ് ഹെവി വെയ്റ്റഡ്, കാരണം ഇതിന് എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വേണം. മെമ്മറി, സ്റ്റാക്ക്, രജിസ്റ്റേഴ്സ്, എവറിത്തിങ് ഈസ് സെപ്പറേറ്റ്. സോ പ്രോസസ് ഈസ് ഹെവി വെയ്റ്റഡ്, but a thread is lightweight. A program is an isolated execution unit, whereas thread is not isolated and shares memory sharing capacity undu. A thread cannot have individual existence. It is attached to a process. On the other hand, process can exist individually. അപ്പോൾ പ്രോസസ്സിന് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉണ്ട്. ത്രെഡ്, ഒരു സിംഗിൾ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു എക്സിസ്റ്റൻസ് ഒരിക്കലും എംബെഡഡ് സിസ്റ്റത്തിൽ വരുന്നില്ല. ഇറ്റ് ഈസ് സബ്സെറ്റ് ഓഫ് എ പ്രോസസ്. At the time of expiration of thread, its associated stack could be recovered, as every thread has its own stack. In contrast, if a process dies, all threads dies, including the process. അപ്പോൾ ത്രെഡ്സിന് ഓരോന്നിനും സെപ്പറേറ്റ് സ്റ്റാക്ക് ഉണ്ട്. അപ്പോൾ നമുക്കത് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ബട്ട് ഒരു പ്രോസസ്സ് ഡൈ ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഒപ്പം തന്നെ ഡൈ ആയിട്ട് പോകുന്നതാണ് പറയുന്നത്. സോ ദീസ് ആർ ദ കീ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോസസ് ആൻഡ് ത്രെഡ്. Now multitasking. So here we can see we are single CPU. ഒരൊറ്റ CPU യൂസ് ചെയ്തിട്ട് പല ടാസ്കുകൾ അറ്റ് എ ടൈം ചെയ്യുന്നതാണ് മൾട്ടി ടാസ്കിങ്. സോ ബ്രൗസർ, എക്സൽ ഓപ്പറേഷൻസ്, പെയിന്റ്, മീഡിയ പ്ലെയർ, ഇതെല്ലാം ഒരേ ടൈം തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സ്പെഷ്യാലിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. സോ നമ്മുടെ എംബഡഡ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ MSP 430, ടിവ ലോഞ്ച് പാഡ് അങ്ങനെയുള്ള സിസ്റ്റത്തിനൊക്കെ ആർട്ടോസിന്റെ സപ്പോർട്ട് ഉള്ളത് കാരണം നമുക്ക് ഈ മൾട്ടി ടാസ്കിങ് പോസിബിൾ ആണ്. സോ മൾട്ടി ടാസ്കിങ് വെൻ എ സിംഗിൾ CPU പെർഫോംസ് several tasks. So that is a difference between multi-processor and multitask. Multi-process എന്ന് പറയുമ്പോഴത്തേക്കും കുറേ പ്രോസസ്സർ ഉണ്ടാവും, ഇവരെല്ലാവരും വേറെ വേറെ ടാസ്കുകൾ ചെയ്യും. മൾട്ടി ടാസ്കിങ് മീൻസ്
we have a single CPU and perform several tasks at the same time. To perform multitasking, CPU switches among these tasks very frequently so that user can interact with each program simultaneously. അപ്പോൾ ഓരോ പ്രോസസ്സും സൈമിൾട്ടേനിയസ് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് സ്വിച്ച് ചെയ്ത് പോയിക്കൊണ്ടാണ് ഈ മൾട്ടി ടാസ്കിങ് ഇവർ പോസിബിൾ ആക്കി മാറ്റുന്നത്. ഇൻ മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെവറൽ യൂസേഴ്സ് ക്യാൻ ഹാവ് ഷെയർഡ് സിസ്റ്റം സൈമിൾട്ടേനിയസ്ലി. ഒരു ഷെയറിംഗ് മെക്കാനിസം ഈ ടാസ്കിങ് ഓപ്പറേഷൻസിൽ വരുന്നുണ്ട്. സോ ലൈക്ക് ഐ സെഡ് ഏർലിയർ, ടാസ്കിങ് or ടാസ്കിൽ നമുക്ക് ഷെയറിംഗ് മെക്കാനിസം ഉണ്ട് കമ്പയർഡ് ടു ദ പ്രോസസ്. Okay, so this is one point regarding multitasking. When several users are sharing a multitasking operating system, CPU scheduling and multi-programming makes it possible for each user to have at least a small portion of multitasking operating system and let each user have at least one program in memory for execution. അപ്പോൾ പല ടാസ്കുകളും ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ പല ടാസ്കുകൾക്കും ഒരു പോർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കൊടുക്കുന്ന രീതിയിലുള്ള ഷെഡ്യൂളിംഗ് ആണ് CPU ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ഓപ്പറേഷൻസിന് തന്നെ ഇതിൽ വരുന്ന പ്രോഗ്രാംസിന്റെ ഇൻസ്ട്രക്ഷൻ, എക്സലിന്റെ ഇൻസ്ട്രക്ഷൻ, പെയിന്റ്, മീഡിയ പ്ലെയർ, ഇതെല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു പാർട്ട് ഓഫ് പോർഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അലോക്കേറ്റ് ചെയ്തിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് ഓരോന്നിനും എക്സിക്യൂട്ട് ചെയ്യും. ഇൻ എഫക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം ഒരേ ടൈമിൽ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. മൾട്ടി ത്രെഡിങ്. മൾട്ടി ത്രെഡിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ത്രെഡിന്റെ ഡെഫിനിഷൻ നമ്മൾ ഓടിച്ചു. ഇനി മൾട്ടി ത്രെഡ് എന്ന് പറയുമ്പോൾ മൾട്ടി ത്രെഡിങ് ഇസ് ഡിഫറെന്റ് ഫ്രം മൾട്ടി ടാസ്കിങ് in a sense that multitasking allows multiple tasks at the same time, whereas multi-threading allows multiple threads of a single task. So that is the difference. Multitasking നമ്മൾ ഒരുപാട് ടാസ്കുകൾ അറ്റ് എ ടൈം ചെയ്യാണ്. മൾട്ടി ത്രെഡിൽ ഒരു സിംഗിൾ ടാസ്ക്, അതിൽ പല ത്രെഡ്സ് ഉണ്ടാവും, ആ ത്രെഡ്സ് വെച്ചിട്ടുള്ള സിംഗിൾ ടാസ്ക് നമ്മൾ ചെയ്യാണ്. So before studying the multi-thread, let us talk about what is thread. Thread നമ്മൾ പഠിച്ചതാണ്, ഷെയർഡ് മെമ്മറി ഉള്ള ഒരു കോൺസെപ്റ്റ് ആണ് ത്രെഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് വിസിബിൾ ആണ്, ഒറ്റ സിംഗിൾ പ്രോസസ്സിന്റെ അകത്താണ് പല ത്രെഡ്സ് വരുന്നത്. പക്ഷെ ടാസ്കിൽ അങ്ങനെയല്ല, ഓരോന്നും വേറെ വേറെ ആക്ഷൻസ് ആണ്. ഇതിൽ ഒരു സിംഗിൾ പ്രോസസ്സിന്റെ അകത്താണ് ത്രെഡ്സ് പലതും വരുന്നത്. നമുക്ക് ഇതിനെ വീണ്ടും LED ബ്ലിങ്കിങ് ആയിട്ട് കമ്പയർ ചെയ്യാം. ദിസ് ത്രെഡ് ഈസ് ഫോർ ഗ്രീൻ, ദിസ് ഈസ് ഫോർ റെഡ് ആൻഡ് ദിസ് വൺ ഈസ് ഫോർ ബ്ലൂ. അതിലൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിന്റെ ഒരു ഓപ്പറേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് CPU-ല്. സോ കമ്പോസ് മെയിൽ, പ്രിന്റിംഗ്, കലണ്ടർ സെറ്റിംഗ്, ന്യൂ ടാസ്ക്, ഇതെല്ലാം ഓരോ ത്രെഡുകളാണ്. സോ ഈ ത്രെഡ് എല്ലാം ഒരു സിംഗിൾ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഓൾ ദീസ് ആർ എ പാർട്ട് ഓഫ് എ സിംഗിൾ പ്രോസസ്, നോട്ട് ഡിഫറെന്റ് ടാസ്ക്. ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഹിയർ ബ്രൗസർ, എക്സൽ, പെയിന്റ്, മീഡിയ, ഇതെല്ലാം ഒരു ഇൻഡിവിജ്വൽ ഐസൊലേറ്റഡ് എൻറ്റിറ്റീസ് ആണ്. ഇതെല്ലാം പരസ്പരം കണക്റ്റഡ് അല്ല. ബട്ട് വെൻ ഇറ്റ് കം ടു മൾട്ടി ത്രെഡിങ്, ഒരു സിംഗിൾ പ്രോസസ്സിന്റെ അകത്തുള്ള കണക്റ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് എ പാർട്ട് ഓഫ് മൾട്ടി ത്രെഡിങ് പ്രോഗ്രാമിംഗ്. സോ ക്രിയേറ്റിംഗ് എ ഡിഫറെന്റ് process is costlier as a system has to allocate different memory and resources to each process. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയ ഒരു ഐഡിയ എന്നുള്ളൊരു കൺക്ലൂഷൻ ആണ്, പ്രോസസ്സിന്റെ അകത്ത് നമുക്ക് സെപ്പറേറ്റ് മെമ്മറീസും കാര്യങ്ങളും സിസ്റ്റം കോൾസ് എല്ലാം വരും. സോ ഡിഫറെന്റ് പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കോസ്റ്റ്ലിയർ ആണ്, അത് കോംപ്ലക്സ് ആണ്. ബട്ട് ക്രിയേറ്റിംഗ് എ ത്രെഡ് is easy as it does not require allocating separate memory resources for thread of the same process. ഒരു പ്രോസസ്സിന്റെ അകത്തുള്ള മൾട്ടിപ്പിൾ ത്രെഡ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുന്നത് it is much easy because it does not require separate memory. സെപ്പറേറ്റ് മെമ്മറി ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്കിത് ഇംപ്ലിമെന്റേഷൻ ഈസിയാണ്. ഓക്കെ, സോ അതിന്റെ ഫൈനൽ കൺക്ലൂഷൻ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് മൾട്ടി ടാസ്കിങ് എന്താണ്, മൾട്ടി ത്രെഡിങ് എന്താണെന്നുള്ളതിന്റെ ഒരു കൺക്ലൂഷൻ. സോ മൾട്ടി ടാസ്കിങ് lets CPU to execute multiple tasks at the same time. Multi-threading lets CPU execute multiple threads of a process same time. Multitasking, CPU switches between programs frequently. നമുക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട്, അപ്പോൾ ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക് സ്വിച്ച് ചെയ്ത് പോകണം.
മൾട്ടി-ത്രെഡിങ്ങിൽ CPU switches between threads frequently. അപ്പോൾ ഇവിടെ പ്രോഗ്രാംസിൽ സ്വിച്ച് ചെയ്യും, ഇവിടെ ത്രെഡ്സിലേക്ക് സ്വിച്ച് ചെയ്യും. But switching in threads are less complex compared to switching between programs. In multitasking, system has to allocate separate memory. In multi-threading, shared memory ആണ്, so we don't have that much complexity. So multitasking is similar to multi-programming, whereas multi-threading is thread-based multitasking. Now multiprocessing. So multiprocessing is അതിന്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡിഫറെന്റ് ഒന്നിൽ കൂടുതൽ കോർ ഉണ്ടാവും. മൾട്ടി പ്രോസസിംഗ് ആഡ് CPUs to increase the computing power. So it have more processor compared to മൾട്ടി ടാസ്കിങ് ഓർ മൾട്ടി ത്രെഡിങ്. അതിലെല്ലാം സിംഗിൾ പ്രൊസസറിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞത്. മൾട്ടി പ്രോസസിംഗ് വരുമ്പോഴത്തേക്കും വി ഹാവ് മോർ ദാൻ വൺ പ്രൊസസർ. ദാറ്റ് ഇസ് ഡിഫറൻസ്. നൗ ഫൈനലി യു കം ടു ദ ഹാർഡ്വെയർ എക്സാമ്പിൾ. നമ്മൾ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ ഹാർഡ്വെയർ മൾട്ടിപ്ലിങ്കിന്റെ എക്സാമ്പിൾ ഒന്ന് നോക്കുക. ഹിയർ we are using 3 different threads to execute a single process. The process is blinking LED, 3 different LEDs with a different time delay. That was a process, and threads, these are the 3 different threads of that process. And the video ഞാൻ ഒന്ന് play ചെയ്യാം, so you will get to know what is the concept. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു MSP ലോഞ്ച് പാഡാണ്, ടെക്സാസ് ഇൻസ്ട്രുമെന്റ്. ഇത് നമുക്ക് വളരെ ലോ കോസ്റ്റിൽ അവൈലബിൾ ആണ്. ദെൻ വി ആർ യൂസിങ് എനർജിയ എന്ന് പറയുന്ന ഒരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. Energia MT leverages the power of TI RTOS to bring multi-threading to your Energia sketches, letting you run multiple sketches in parallel. സോ ഇതിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങൾ കേട്ട് കാണും, MSP 432 മൊഡ്യൂളാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ പേര് TI RTOS എന്നാണ്, ടെക്സാസ് ഇൻസ്ട്രുമെന്റ് RTOS ആണ്. ഇതിൽ മൾട്ടി ത്രെഡിങ്ങും മൾട്ടി ടാസ്കിങ്ങും എല്ലാം പോസിബിൾ ആണ്. അപ്പോൾ മൾട്ടി ത്രെഡ് ആൻഡ് മൾട്ടി ടാസ്കിംഗ് എന്ന് പറയുമ്പോൾ സിംഗിൾ കൺട്രോളർ അല്ലെങ്കിൽ സിംഗിൾ പ്രൊസസർ യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് ടാസ്ക് ചെയ്യുക, അതാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് മൾട്ടി പ്രൊസസർ. മൾട്ടി പ്രൊസസർ എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ പ്രൊസസർ ഫോർ മൾട്ടിപ്പിൾ ടാസ്ക്, ആ ഒരു കോൺസെപ്റ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ പ്രൊസസറിനെ RTOS വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് ഷെഡ്യൂളിങ്ങും മെമ്മറി ഷെയറിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം ഇതിനെ പല ടാസ്കുകൾ അറ്റ് എ ടൈം ചെയ്യാനായിട്ട് സഹായിക്കും. To demonstrate a multi-thread application, let's try to blink each LED of the tricolor LED on the MSP 432 launchpad at different rates. While this task sounds simple without multi-threading, it can be quite tricky. First, plug your MSP 432 P401R launchpad into your computer. Next, let's open up Energia. സോ ഇത് ഓർഡിനോ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ലേൺ ചെയ്യാൻ വളരെ ഈസിയാണ്. സെയിം കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റും ഫോർമാറ്റ്സും ആണ് ഈ ടെക്സാസ് ഇൻസ്ട്രുമെന്റ്സിന് എനർജി വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദർ ഇസ് നോ കോംപ്ലക്സിറ്റി in implementing projects using Texas Instrument kits. Import an existing code example by going to File, Examples, Multitasking, selecting Multiblink. There are several examples of how to use them. So here you can see 3 tabs. This is the main tab. After that, blue LED. This is the tab for blinking blue LED. This is another tab for blinking green LED. Another tab for blinking red LED. So 3 tabs. ഓരോ ടാബ്സിനെ ഓരോ ത്രെഡ്സ് എന്നാണ് പറയുന്നത്. സോ ബ്ലിങ്ക് എന്ന് പറയുന്ന പ്രോസസ്സിന്റെ അണ്ടറിലുള്ള 3 ത്രെഡ്സ് ആണ് ഈ കാണുന്നത്. Multitasking features Energia MT located in the multitasking example folder. This code example is relatively simple. There are 3 tabs in the project. Each tab is a sketch that will be compiled automatically into its own task. Here we can see that we have a setup and loop portion of our code in each tab. The names of the setup and loop functions in each tab must match in order for the compiler to recognize them as a new task in the same project. For example, in the blue LED sketch, the setup function is called setup blue LED, and the loop function is called loop blue LED. In setup, we build the framework and foundation for our project, and in loop, we write the code that will be executed over and over. In this example, we will have very similar code in each tab, with the exception of the LED definition in the setup functions and the delay between the blinks and the loop functions.
In the first line of each sketch, a pound-defined statement is used to define the variable LED as either blue underscore LED, green underscore LED, or red underscore LED. In each of the setup functions, we will use the pin mode function to set the appropriate pin to be an output. Pin mode accepts two parameters. The first parameter explains which pin we want to configure. We will use the LED variable for this parameter, which was defined above as either a blue, green, or red LED. സോ ഇതെല്ലാം നമ്മൾ ഓർഡിനറിയിൽ യൂസ് ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ്സ് ആണ്. പിൻ മോഡ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന പോലെ നമുക്ക് ഡ്യുവൽ ഫംഗ്ഷനാലിറ്റി ആണുള്ളത്. ഇൻപുട്ടായിട്ടും ഔട്ട്പുട്ടായിട്ടും വർക്ക് ചെയ്യുന്ന പെരിഫറൽസ് ആണുള്ളത്. സോ അതിന് ഇൻപുട്ട് ഡയറക്ഷനിലാണോ ഔട്ട്പുട്ട് ഡയറക്ഷനിലാണോ പിന്നിനെ സെറ്റ് ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പിൻ മോഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു പിന്നിലേക്ക് ഇൻ ചെയ്യാനും ഔട്ട് ചെയ്യാനും. അപ്പോൾ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറയുമ്പോൾ ഔട്ട് ചെയ്യാനായിട്ടാണ്. ഔട്ട് ചെയ്യേണ്ടത് ഹൈ വോൾട്ടേജ് ആണോ ലോ വോൾട്ടേജ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഡിജിറ്റൽ റൈറ്റ്. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ 2 സ്റ്റേറ്റ് ഉണ്ടാവുള്ളൂ, ഹൈ ആൻഡ് ലോ 2 സ്റ്റേറ്റ്സ്. ദെൻ ഡിലേ എന്ന് പറയുന്നത് നമ്മുടെ ഡിലേ ഇൻ ബിറ്റ്വീൻ 2 സ്റ്റേറ്റ്സ്. വി ഹാവ് 2 സ്റ്റേറ്റ് ഹിയർ, വൺ ഈസ് ഹൈ ആൻഡ് അനദർ ഈസ് ലോ. ഇൻ ബിറ്റ്വീൻ ദീസ് 2 സ്റ്റേറ്റ്സ് എത്ര ഡിലേ കൊടുക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് ബ്ലൂ LED 100 millisecond ഡിലേയിൽ ഓൺ ആൻഡ് ഓഫ് ചെയ്യും. The second parameter explains how we want to configure that pin as either an input or an output. Since we're blinking LEDs, we want to send our pins as outputs. That's all we have to do in setup. Moving down to the loop section, this is where our sketch will spend most of its time. We use two functions here to toggle the LED on and off. The first function is digital write. This function sets our pin to on or off. Much like the pin mode function, digital write accepts two parameters. The first for the pin we want to toggle, the second for the state we want to toggle the pin to. So we can see that we do this twice in our loop function to toggle pin 2 high and then low. However, to slow down the microcontroller, we use a delay function so that we can see both the high and low states for a specified period of time. The delay function accepts just one parameter, which is a number that corresponds to the number of milliseconds that we want to wait for. In this example, we're waiting for 100 milliseconds between toggles for the blue LED, waiting 500 milliseconds between toggles for the green LED, and waiting for 1000 milliseconds between toggles. So we created 3 threads. One thread with a delay of 100 milliseconds, second one to 200 milliseconds, second one with 500 milliseconds, third one with 1000 milliseconds. So now we have all threads what we want. Now we can execute in a system which supported RTOS. RTOS support ചെയ്യുന്ന ഒരു മൈക്രോ കൺട്രോളറിൽ നമുക്ക് ഈ ഒരു മൾട്ടി ത്രെഡ് പ്രോഗ്രാമിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. And that's it. Just run your code by pressing the verify and download button and watch your tricolor LED blink each LED at 100, 500, and 1000 milliseconds. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും ഓരോന്നും 100, 500 ആൻഡ് 1000 മില്ലി സെക്കൻഡിൽ ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ അതാണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ. സോ ദിസ് എക്സാമ്പിൾ ബേസിക്കലി ഇസ് അബൌട്ട് മൾട്ടി ത്രെഡിങ്. മൾട്ടി ബ്ലിങ്ക് എന്ന് നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ യു വിൽ ഫൈൻഡ് ഹൗ ടു ഡു ദ മൾട്ടി ത്രെഡഡ് പ്രോഗ്രാമിംഗ് യൂസിങ് ടെക്സാസ് ഇൻസ്ട്രുമെന്റ് കിറ്റ്സ് ഇതിന്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ റിയൽ ടൈം പ്രൊജക്ട്സ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ആർട്ടോസും മൾട്ടി ത്രെഡിങ്ങും മൾട്ടി ടാസ്കിങ്ങും പഠിക്കുകയാണെങ്കിൽ there are a huge number of job opportunities in embedded system domain ഇൻഡസ്ട്രി. അപ്പോൾ അവിടെ എല്ലാവരും അവർക്ക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ആർട്ടോസിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളവർ, അതുപോലെ തന്നെ പല കൺട്രോളറുകളും യൂസ് ചെയ്യാൻ എക്സ്പേർട്ട് ആയിട്ടുള്ളവരെയാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്. സോ ദിസ് ടോപ്പിക് വിൽ ബി ഗുഡ് ഫോർ യുവർ കരിയർ. നൗ ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. റിഗാർഡിങ് ഹാർഡ്വെയർ, എനർജിയ, സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, അതുപോലെ ഏത് കിറ്റ്സ് ആണ് ബെറ്റർ ആയിട്ടുള്ളത്.
ആരെങ്കിലും അവിടെ പ്രസന്റ് ഉണ്ടോ, അതോ എല്ലാവരും ഓൺ ചെയ്തിട്ട് പോയിരിക്കുകയാണോ? You can use your microphone and you can ask your doubt. ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് 0 അറ്റൻഡൻസ് ഇടാം. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അക്ഷയ് പി എൻ ലെഫ്റ്റ് ആയി, ആതിര കെ, കുറെ പേരൊക്കെ ലെഫ്റ്റ് ആയി. ഓക്കെ, നോ ഡൗട്ട്. അപ്പോൾ ഡൗട്ട് ഇല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ ഹാർഡ്വെയർ ഡീറ്റെയിൽസ്. എന്തൊക്കെയാണ് വേരിയസ് മൈക്രോ കൺട്രോളർ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർ മൾട്ടി ത്രെഡിങ് ആൻഡ് മൾട്ടി ടാസ്കിങ്, ആർട്ടോസ് വെച്ചിട്ട് എങ്ങനെയാണ് പ്രോഗ്രാംസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. സോ ഇഫ് യു ഗോ ത്രൂ ദാറ്റ് കോൺസെപ്റ്റ് ദെൻ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ എംബഡഡ് സിസ്റ്റം സബ്ജക്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ആ സബ്ജക്ട് പഠിക്കാം, നല്ല രീതിയിൽ എക്സാമിന് മാർക്ക് വാങ്ങിക്കാം. ഞാനിപ്പോൾ ഒരു പഴയ യൂണിവേഴ്സിറ്റി പേപ്പർ ഇവിടെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018 ക്വസ്റ്റ്യൻ പേപ്പറാണ്. പാർട്ട് സിയിൽ ചോദിച്ചിട്ടുണ്ട് വെൻ പ്രോസസ് ത്രെഡ് ആൻഡ് ടാസ്ക്, 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ആർട്ടോസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹാർഡ്വെയർ ബേസിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഗോ ത്രൂ ദ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ, ദെൻ അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ് ഇൻ എ ഹാർഡ്വെയർ മാനർ. ഹാർഡ്വെയർ മാപ്പ് ചെയ്തിട്ട് പഠിക്കുക, അല്ലെങ്കിൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് റിട്ടേൺ ആയിട്ട് എഴുതാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, സോ വേറെ ഡൗട്ടൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.